തിരുവനന്തപുരത്തെ നേമം മണ്ഡലം എപ്രകാരമായിരുന്നു ബി ജെ പിക്കാർക്ക്, അതുപോലെയാണ് അങ്ങാടിപ്പുറത്തെ 9-ാം വാർഡ് ഇവിടുത്തെ ബി ജെ പിക്കാർക്ക്. കഴിഞ്ഞ 10 വർഷമായി ബി ജെ പിയാണ് ഈ വാർഡിൽ വിജയിക്കുന്നത്. ജയം തുടരാനാണ് അവർ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രചാരണം. ഒപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത്തവണ രമ്യ സുരേഷ് എന്ന ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ അതേ പേരിൽ മറ്റൊരു അപരയെ CPM രംഗത്തിറക്കിയിട്ടുണ്ടെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത്. ബി ജെ പിയുടെ ചിഹ്നത്തിന് സമാനമായ ചിഹ്നമാണ് അപരയ്ക്കുമുള്ളത്. ബി ജെ പിക്ക് താമരയാണെങ്കിൽ അപരയ്ക്ക് റോസാപ്പൂ. ബി ജെ പി 2 തവണയായിട്ട് വിജയിക്കുന്ന വാർഡ്, LDF നിന്ന് പിടിച്ചെടുത്ത വാർഡ്. ഇത്തവണ എന്താണ് പ്രതീക്ഷ? 100% വിജയപ്രതീക്ഷയാണ്. ഇപ്പൊ 2015 ചന്ദ്രമതി ചേച്ചി തുടങ്ങി വെച്ചത്. പിന്നെ രതീഷേട്ടനോട് വികസനം തുടർച്ചയായിട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹം. തവണ ഇതിന് പലരും അപരയെ നിർത്തിയുള്ള വെല്ലുവിളിയൊക്കെ ഉയർത്തുന്നതായിട്ടാണല്ലോ കേൾക്കുന്നത്. ആശങ്കയുണ്ടോ അതില്? ഒരിക്കലും ഇല്ല. രമ്യ സുരേഷാണ് നമ്മുടെ സ്ഥാനാർത്ഥി. രമ്യ എന്നുള്ള പേരിലൊരു സ്ഥാനാർത്ഥി ഉണ്ട്. ചെരക്കാപ്പറമ്പിലാണ് നമ്മൾ അന്വേഷിച്ചപ്പോൾ. അവര് 2010 LDFന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നതാണ്. അവർ തോറ്റതാണ്. ഇക്കുറി ഈ പേര് സാദൃശ്യം കൊണ്ടായിരിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ CPMന് ഇടതുപക്ഷത്തിന് 2 സ്ഥാനാർത്ഥി ഉണ്ട്. ഒന്ന് ഔദ്യോഗിക സ്ഥാനാർത്ഥി ഉണ്ട്, ഒന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ട്. അവരുടെ ചിഹ്നം താമര ഒരു പൂവാണല്ലോ. ഒരു എന്താ പറയാ, അതുമാതിരി ഒരു സാമ്യം തോന്നാനായിരിക്കും. റോസാപ്പൂവാണ്. പൂവ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ റോസാപ്പൂവിന് ഇത് പോച്ചൊന്നുമില്ല. പക്ഷെ ഇവിടെ ആ റോസാപ്പൂ വിരിയാൻ പോകുന്നില്ല. അത് 2 സ്ഥാനാർത്ഥി ഉണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഇടതുപക്ഷത്തിന് ശരിക്കും അവരുടെ ഉള്ളിൽ തന്നെ എന്തൊക്കെ പ്രശ്നമുണ്ട് അവർ തുടക്കത്തിൽ വർക്ക് ചെയ്തപ്പോൾ അവർക്ക് തോന്നിയത്. അതുകൊണ്ട് ഈ ഒരു സ്ഥാനാർത്ഥിനെ കൊണ്ട് അവർക്ക് ഈ വാർഡ് പിടിക്കാൻ പറ്റില്ല എന്ന് ഏകദേശം അവരുടെ പാർട്ടി, അവരുടെ നേതാക്കന്മാരൊക്കെ അത്യാവശ്യം കഴിവുള്ളവരൊക്കെ ആണല്ലോ. അവർ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇനി 2 സ്ഥാനാർത്ഥിനെ വെച്ച് ജയിക്കാൻ പറ്റുമെന്നുള്ള നോക്കുകയാണ് തോന്നുന്നു. എങ്ങനെയായാലും നടക്കട്ടെ. രാഷ്ട്രീയമല്ലേ, ജനാധിപത്യത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നടക്കട്ടെ. ഞങ്ങൾക്ക് യാതൊരു തരത്തിൽ ആശങ്കയില്ല. കഴിഞ്ഞ തവണ 220 വോട്ടിനാണ് ജയിച്ചാ. ഇക്കുറി അത് വലിയ ഭൂരിപക്ഷം, അതിലും കൂടുതൽ ഭൂരിപക്ഷത്തിൽ 1000 വോട്ടിൽ കൂടുതൽ ഞങ്ങൾ ഇക്കുറി ഈ വാർഡിൽ പിടിക്കും. ജനങ്ങളെ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഞങ്ങൾ ജനകീയ സാരഥിന് 5 വർഷമായിട്ട് ജനസേവാ കേന്ദ്രയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ഇടയിലാണ്. ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാ വീട്ടിലും പോകുന്നതല്ല. ഞങ്ങളല്ലാതെ തന്നെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. രമ്യ സുരേഷ് ഏറ്റവും നല്ല കാൻഡിഡേറ്റ് ആണ്. ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു. അധ്യാപികയായ സുമിത ടീച്ചറെയാണ് വാർഡ് പിടിച്ചെടുക്കാൻ ഇടതുപക്ഷം നിയോഗിച്ചിരിക്കുന്നത്. 10 വർഷമായി ഇവിടെ വികസനം ഒന്നും നടന്നിട്ടില്ല എന്നാണ് ഇടതുപക്ഷത്തിന്റെ മുഖ്യ പ്രചരണ വിഷയം. ഒപ്പം അപരഭീഷണിയെക്കുറിച്ച് അല്ലെങ്കിൽ അപരന്മാരെ CPM നിർത്തിയെന്ന BJPയുടെ ആരോപണത്തെക്കുറിച്ച് CPMന് പറയാനുള്ളത് ഇതാണ്. ഒരു വലിയ ഒരു ടാസ്കാണ് പാർട്ടി ഏൽപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? പറഞ്ഞു. ശരിക്കും വളരെ വലിയൊരു ഉത്തരവാദിത്തം തന്നെയാണ് പാർട്ടി എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നത്. ഒന്നാമത് ഞാനൊരു ഹയർ സെക്കൻഡറി അധ്യാപികയാണ്. അപ്പോൾ ഒരിക്കലും ഒരു സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയോ ഈ ഒരു ദൗത്യം ഏറ്റെടുക്കില്ല എന്ന് എൻ്റെ പ്രിയ പൊതുജനങ്ങൾ അറിയും എന്ന് എനിക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു സർവീസായിട്ട് തന്നെയാണ് ഞാൻ ഈ വാർഡിനെ കാണുന്നത്. പല ഭാഗങ്ങളിലും പോകുമ്പോൾ നമുക്കറിയാം അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ, അതായത് വെള്ളം, വെളിച്ചം, അങ്ങനെയുള്ള ഒരുപാട് അടിസ്ഥാന ആവശ്യങ്ങളുടെ ലഭ്യത കുറവ് പലരെയും പല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പൊ അതിനൊരു പരിഹാരം കാണാന്നുള്ളതായിരിക്കും എൻ്റെ ഏറ്റവും വലിയ ദൗത്യമായിട്ട് ഞാൻ കാണുന്നത്. അപ്പൊ എനിക്കറിയാം പാർട്ടി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതും അത് ചെയ്തു കൊടുക്കാൻ ഞാൻ കേപ്പബിൾ ആണെന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടാവുക എന്നും അറിയാം. ആ ഉത്തരവാദിത്വത്തിന്റെ വലുപ്പം എനിക്കറിയാം. അപ്പോൾ എല്ലാ രീതിയിലും ഇവിടുത്തെ പൊതുജനങ്ങളോട് ഞാൻ കടപ്പെട്ടവളുമായിരിക്കും ആ കാര്യത്തിൽ. അപ്പോൾ വലിയ വലിയ വാഗ്ദാനങ്ങളും കൊടുത്ത് അവരെ തെറ്റിദ്ധരിപ്പിക്കാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്ക് എന്താണോ ചെയ്യാൻ കഴിയുക, ആസ് എ വാർഡ് മെമ്പർ എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ 100% ഡെഡിക്കേഷനോട് കൂടിയിട്ട് പൊതുജനങ്ങളിലേക്ക് എത്തിക്കും എന്നുള്ള വാഗ്ദാനം മാത്രമേ എനിക്ക് അവർക്ക് കൊടുക്കാനുള്ളൂ. 2 തവണയായിട്ട് BJP ജയിച്ച വാർഡാണിത്. അവരെ തോൽപ്പിക്കുക എന്നുള്ളത് ഒരു വെല്ലുവിളിയായിട്ട് കാണുന്നുണ്ട്. നമ്മൾ ആരെയും തോൽപ്പിക്കുകയും നമ്മൾ ജയിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ പൊതുജനങ്ങളോടുള്ള ഒരു ഉത്തരവാദിത്തം നിറവേറ്റുക എന്നുള്ളതിനെയാണ് ഞാൻ ഇതിനെ ഒരു ജയം തോൽവി എന്നുള്ള രീതിയിൽ ഇതിനെ കാണിക്കുന്നത്. ഇതൊരു മത്സരമായതുകൊണ്ട് തന്നെ ഒരു ജയവും ഒരു തോൽവിയും തന്നെ ഉണ്ടാവുക. അപ്പോൾ അവരോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുക എന്നുള്ളതിൽ കൂടുതൽ ഞാൻ ആരെയും തോൽപ്പിക്കാൻ ഒരാളല്ല. പ്രതിപക്ഷ ബഹുമാനത്തോടെ തന്നെ പറയാണ്, നമ്മൾ ആരോടും മത്സരിക്കാനുള്ളതല്ല. പക്ഷെ ഒരു മെമ്പർ ആവുമ്പോൾ നമുക്കറിയാം ഒരു വാർഡിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന്. അത് മാത്രമാണ് എനിക്ക് കൊടുക്കാനുള്ളൂ. തന്നെ പാർട്ടി അപര സ്ഥാനാർത്ഥി നിർത്തിയിട്ടുണ്ടെന്നാണ് BJPയുടെ ഒരു ആരോപണം ഈ ഒരു വാർഡിൽ. അതേ പേരിൽ ഇടതുപക്ഷവുമായി ബന്ധമുള്ള ഒരു വ്യക്തിനെ, അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അപരന്മാരുടെ കാര്യത്തിൽ നമുക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല.
പല ആളുകളും സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് പലരും മത്സരിക്കുന്നുണ്ടാവും, വരുന്നുണ്ടാവും. പല വാർഡുകളിലും ധാരാളം ഉണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം LDF നിർത്തിയിട്ടുള്ളത് സുമിത ടീച്ചറെയാണ്. സുമിത ടീച്ചറുടെ വിജയത്തിന് വേണ്ടി അവർക്ക് വോട്ട് ചോദിച്ചുകൊണ്ട് അവർ ഈ വാർഡിൽ വിജയിക്കും. അതിന് ജനങ്ങളുടെ നല്ല സപ്പോർട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ പൊതുവായ ഭരണവിരുദ്ധ വികാരം പഞ്ചായത്തിനെതിരായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വാർഡിലും വികസന പ്രവർത്തനങ്ങൾ എത്താത്ത ഒരുപാട് മേഖലകളുണ്ട്. അത് പിന്നെ കഴിഞ്ഞ 10 വർഷമായി ഇവിടെ പിന്നെ BJP ആണ് മെമ്പർ. വേണ്ടത്ര ഈ വാർഡിനെ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും അത് ഈ തവണ LDFന് അനുകൂലമായിരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. അപരന്മാരെ സംബന്ധിച്ച് നമുക്ക് ആർക്കും ഉത്തരവാദിത്തമില്ല. അത് പലരും ആർക്കും മത്സരിക്കാമല്ലോ. അതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാൻ. 9ാം വാർഡുകാർക്ക് ചിരപരിചിതയായ KT ഗീതയാണ് UDFന്റെ സ്ഥാനാർത്ഥി. ബാങ്ക് ജീവനക്കാരി കൂടിയാണ് ഇവർ. വിജയത്തിൽ കുറഞ്ഞൊന്നും UDFും ഇത്തവണ പ്രതീക്ഷിക്കുന്നില്ല. BJPയുടെ കയ്യിൽ ഒരു വാർഡ് തിരിച്ചു പിടിക്കുക എന്നുള്ളത് എങ്ങനെയാണ് പ്രചരണം പുരോഗമിക്കുമ്പോൾ തോന്നുന്നത്? എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. വിജയിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പാർട്ടി പറയുമ്പോൾ നമ്മൾ വളരെയധികം സന്തോഷത്തോടെ തന്നെയാണ്. കുറച്ച് ഞാൻ വേണ്ട എന്നുള്ളൊരിത് പറഞ്ഞെങ്കിൽ കൂടി സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇത് ഏറ്റെടുത്തേക്കണത്. അപ്പോൾ വിജയിക്കുമെന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ്. മുന്നേ ഈ വാർഡിനെ കുറിച്ച് ഞാൻ കുടുംബശ്രീ ബന്ധമായിട്ട് തന്നെ എനിക്ക് ഈ വാർഡ് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ 23 വാർഡും അന്നുണ്ടായിരുന്നു. എനിക്കറിയാം, ഏത് മേഖലയിലും എനിക്കറിയുന്നത്. പിന്നെ പൊതുപ്രവർത്തനമാണ് എൻ്റെ ജീവിതം, തന്നെ പൊതുപ്രവർത്തനമാണ്. ഞാൻ ബാങ്കിൽ ജോലി ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വാർഡിലുള്ളവർ ഒറ്റക്കെട്ടായിട്ട് ഞാൻ തന്നെ മതി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എന്നിലുള്ള വിശ്വാസത്തിന് അത് കിട്ടാം എന്നുള്ള ഒരു ഇതിൽ തന്നെയാണ് അവരോടൊപ്പം ഞാൻ നിന്നു. പിന്നെല്ലാം ദൈവഭാഗ്യാണ് ഇന്നത്തെ കാലഘട്ടം. ഈ കാലഘട്ടത്തിലെ മാറ്റം ഞാൻ വളരെയധികം പ്രതീക്ഷിക്കുന്നു. ഈ കാലഘട്ടത്തില് എന്താ വെച്ചാ വളരെയധികം നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സാഹചര്യങ്ങളുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് എങ്ങനെയാണ് ജനങ്ങളുടെ ഭാഗത്തുള്ള റെസ്പോൺസ് ഒക്കെ? വളരെയധികം സന്തോഷം. ഇപ്രാവശ്യം ഒരു മാറ്റം വരുത്തണം ചേച്ചി. ഞങ്ങള് എന്താണ് UDFനെ കാണാത്തത് എന്ന് ചോദിച്ചിട്ടാണ് പല വീടുകളിലും ഞാൻ കയറുമ്പോൾ പറയണത്. എന്താണ് UDF ഇത്ര വരാൻ വൈകിയത് എന്നാണ്. അങ്ങനെയാണ് പ്രതികരണമുള്ളത്. പിന്നെ അവർക്ക് വികസനം വളരെ മോശമാണ് ഇവിടെ. വളരെ ഈ 10 വർഷക്കാലം BJPയുടെ കയ്യിലായിട്ട് പോലും ഓരോ ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ ആ ഭാഗത്തൊന്നും നമുക്ക് ജനങ്ങൾക്ക് വേണ്ടതായ കാര്യങ്ങളോ അതൊന്നുമില്ല. അവരുടേതായ നയത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതന്നെയാണ് ഉയരുന്ന ചോദ്യം ഒന്ന് മാത്രം: അപരഭീഷണി മറികടന്ന് BJPക്ക് ഇവിടെ വിജയം തുടരാനാകുമോ എന്നാണെങ്കിലും 9ാം വാർഡിലെ പോരാട്ടം കനക്കുകയാണ്. അഖിലോട്ട് പറഞ്ഞപ്പം CB അനുമോദ്, ന്യൂസ് 18.